നിങ്ങളെ ആരെങ്കിലും പരിഹസിച്ചാൽ അവർക്ക് മറുപടി കൊടുക്കാനെങ്കിലും മികച്ച ചെയ്യുക. പറഞ്ഞത് ഫെറൂസിയോ ലംബോർഗിനിയാണ്. കഥ പറയാം. 1916 ഏപ്രിൽ 28-ന് ഇറ്റലിയിലെ റിനോസോ എന്ന കൊച്ചു ഗ്രാമത്തിൽ ഒരു ദരിദ്ര കർഷകന്റെ മകനായി ഫെറൂസിയോ ലംബോർഗിനി ജനിച്ചു. അന്നത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ലംബോർഗിനിയുടെ മകൻ ഒരിക്കൽ ട്രാക്ടർ കേടായപ്പോൾ അത് ഒറ്റയ്ക്ക് അവൻ നന്നാക്കുകയും ചെയ്തു. അപ്പോൾ പിതാവ് തീരുമാനിച്ചു ഇവന് മെക്കാനിക്സാണ് താല്പര്യം, ഇവനെ അത് പഠിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. അത് അവനെ പഠിപ്പിക്കുകയും ചെയ്തു. കാലങ്ങൾ കടന്നുപോയി. പിന്നീട് ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, എനിക്കെന്തുകൊണ്ട് ട്രാക്ടർ നിർമ്മിക്കുന്ന ഒരു കമ്പനി ആരംഭിച്ചുകൂടാ? അദ്ദേഹം അത് സ്ഥാപിച്ചു, ലംബോർഗിനി ട്രാക്ടർ. അദ്ദേഹം പ്രോഫിറ്റബിൾ ഒക്കെ ആയി നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോയി. ആ സമ്പാദ്യമെല്ലാം ഉപയോഗിച്ച് ഫെരാരി സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം ഇറങ്ങി തിരിച്ചു. ഫെരാരിയുടെ ഉടമയായ എൻസോ ഫെരാരിയെ കണ്ടുമുട്ടുവാൻ അദ്ദേഹത്തിന്റെ അവസരം കിട്ടി. ഏറ്റവും വലിയ കാർ നിർമ്മാതാവായ ഞങ്ങളോട് ഉപദേശിക്കാൻ വരുന്നതെന്ന ഉച്ചഭാവത്തോടെ അദ്ദേഹത്തെ അവിടെ നിന്ന് ഇറക്കിടുകയാണ് ചെയ്തത്. തന്റെ സമ്പാദ്യമെല്ലാം വിറ്റുപെറുക്കി അദ്ദേഹം ലംബോർഗിനി കാർ നിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയതും ഏറ്റവും കാണാൻ അഴക് നിറഞ്ഞതുമായ ഒരു സൂപ്പർ കാറായിരുന്നു അത്.